പലപ്പോഴും എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്ന ഒരു പ്രശ്നമാണ്, പക്ഷേ ഈ ആസ്മ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ ആസ്മയോ ബാക്കി ഈ അലർജീസ് അത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ജനറ്റിക് ജീനിലുള്ള ഒരു സാധനമാണ്. ശരിക്കും അലർജിക് ആയിട്ടുള്ള ആളാണെങ്കിൽ അതിനൊരു ജനറ്റിക് ടെൻഡൻസിയാണ്. നമ്മൾ പറയും ഒരു ജീൻ എൻവയോൺമെൻറ്റ് ഇൻട്രാക്ഷനാണ്. ജനറ്റിക്കലി സസെപ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മേമ്പൊടിയായിട്ട് കുറച്ച് ഇങ്ങനത്തെ ട്രിഗേഴ്സും പ്രശ്നങ്ങളും വരുമ്പോഴാണ് ഇത് അസുഖത്തിലേക്ക് പോകുന്നത്. പലപ്പോഴും ഈ നമ്മൾ അലർജി അല്ല IgE ഈസ്നോഫിൽ കൗണ്ട് മാത്രം കണ്ടുകൊണ്ട് ഒരാളെയും ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം അതിന് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം അത് ഉള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ടാവും. പക്ഷെ അവരെ എല്ലാവരെയും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു വൺ സിംഗിൾ ഓപ്ഷൻ ദാറ്റ് ഇസ് എന്താ പറയുക ഈ അലർജീനെ ഒരുവിധം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ, അതും നമ്മൾ സെലക്റ്റഡ് കേസുകളിൽ അങ്ങനെ മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഇമ്മ്യൂണോതെറാപ്പി. അതായത് നമ്മൾ ഇപ്പോൾ വാക്സിനൊക്കെ കൊടുക്കുന്ന പോലെയാണ്. ഒരു ചെറിയ ഡോസിൽ നമ്മൾ ഈ അലർജി ഉള്ള സാധനത്തിന് നമ്മൾ അത് ഒരു സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡോസ് വരിക. അലർജി ഉള്ള സാധനം ബോഡിയിലേക്ക് കൊടുത്ത് നമ്മളതിനെ അലർജി ഇല്ലാതെ ആക്കി എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഇമ്മ്യൂണോതെറാപ്പി. അത് കുറച്ച് ലോങ് ടേം തന്നെ എടുക്കണം. 3-4 മാസം എടുത്തത് കൊണ്ട് കാര്യമില്ല. പക്ഷേ ലോങ് ടേം എടുക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ല റിസൾട്ട്സ് കാണാറുണ്ട്. എസ്പെഷ്യലി നമ്മൾ ചെറിയ കുട്ടികളിലും, ചെറിയെന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞു മക്കളല്ല, പക്ഷേ ഈ ഒരു എന്താ പറയുക ഒരു അഡോളസെൻറ്റ് യങ് അഡൾട്ട് ആൾക്കാരിലും, അതായത് അസുഖം വളരെ ക്രോണിക് അസുഖം അല്ലാത്തതിലും വളരെ എഫക്റ്റീവാണ്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്ത് നോക്കേണ്ടത് ഏതിനോടാണ് നമുക്ക് അലർജി ഉള്ളതെന്നുള്ളത്. ഇതിങ്ങനെ ബ്ലാങ്കറ്റായിട്ട് കൊടുക്കുന്ന സാധനമല്ല. ഏതിനോടാണ് അലർജി എന്നുള്ളത് നമ്മൾ പ്രോപ്പറായിട്ട് ഈ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിൽ ഏതാണോ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അലർജി ഉള്ളത് അതിനെതിരെയാണ് നമ്മളിത് കൊടുക്കേണ്ടത്. അല്ലെ എല്ലാം കൂടെ അടച്ചു കൊടുത്തിട്ട് കാര്യമില്ല. സ്പെസിഫിക് ഇപ്പം ഡസ്റ്റ് മൈറ്റിന് മാത്രം അലർജി ഉള്ള ആൾക്കാരുണ്ട്, വെരി ഗുഡ് റിസൾട്ട്സ് ആണ്. അത് മാത്രമാണെങ്കിൽ നമ്മളിപ്പോൾ ഈ എന്നും ഇത് നമ്മൾ പറഞ്ഞല്ലോ നേസൽ സ്പ്രേ നമ്മൾ അധികകാലം കൊടുക്കില്ല എന്ന് പറയും. പക്ഷേ ബുദ്ധിമുട്ടുള്ളപ്പോൾ ആൾക്കാർ എടുത്തു പോകുന്നതാണല്ലോ. അപ്പോൾ അതിന് അറ്റ് സം പോയിന്റ് നമുക്ക് അതിനെ ഒന്ന് അസുഖത്തിനെ റിവേർട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു സാധനം ഇസ് ദിസ് ഇമ്മ്യൂണോതെറാപ്പി. അത് അലർജൻ കണ്ടുപിടിക്കാൻ പറ്റിയാൽ മാത്രമേ നമുക്ക് ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാറില്ല. ആൻഡ് നമ്മളിപ്പോൾ ഈ അലർജി ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴും ദർ ഇസ് എ ലിമിറ്റഡ് നമ്പർ ഓഫ് അലർജൻസ് ദാറ്റ് വി ക്യാൻ ടെസ്റ്റ്. ഒരു 80 അലർജൻസ് ഒക്കെയാണ് മാക്സിമം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മോസ്റ്റ് കോമൺ. മിക്ക ആൾക്കാർക്കും ലാർജ് നമ്പർ ഓഫ് പീപ്പിളിന് അത് തന്നെയാണ് അലർജി ഉണ്ടാക്കാറ്. അല്ലാത്ത സാധനങ്ങൾക്കും അലർജി വരാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 50% ആൾക്കാർക്ക് പലപ്പോഴും നമുക്ക് കോസ് കണ്ടുപിടിക്കാൻ പറ്റാറില്ല. അതിലൊരു സ്മോൾ പ്രൊപ്പോർഷന് AST ചെയ്താൽ ചിലപ്പോൾ പോസിറ്റീവ് കാണാറുണ്ട്. AST എന്ന് വെച്ചാൽ ഓട്ടോലോഗസ് സീറം സ്കിൻ ടെസ്റ്റ്. നമ്മുടെ തന്നെ ബ്ലഡ് എടുത്ത് നമ്മൾ തിരിച്ച് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് കാണും. അങ്ങനത്തെ ആൾക്കാർക്കുള്ള വേറൊരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ASST ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ഓട്ടോലോഗസ് സീറം സ്കിൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ഇതേപോലെ നമ്മുടെ ബ്ലഡ് എടുത്ത് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. സെയിം പ്രിൻസിപ്പിൾ. നമ്മുടെ സീറത്തിനോടുള്ള അലർജി നമ്മൾ കുറയ്ക്കാൻ ചെറിയ അളവിൽ കൊടുത്തിട്ട് അത് കുറയ്ക്കുന്നത്. ദാറ്റ് ഓൾസോ വർക്ക്സ്. പക്ഷേ ഇതൊന്നും 100% എല്ലാ ആൾക്കാർക്കും വർക്ക് ചെയ്യുന്ന സാധനങ്ങളല്ല. ദർ ആർ സ്പെസിഫിക് സബ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിൾ ഹു റെസ്പോണ്ട് ടു ഇറ്റ്. അവർക്ക് മാത്രമേ അത് എഫക്റ്റ് പിന്നെ ഈ അലർജി ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ, അത് ഈ ഡെർമോഗ്രാഫിസം ഉള്ള ആൾക്കാരിൽ, ഡെർമോഗ്രാഫിസം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്ന് ഓവർ റെസ്പോൺസീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. വെറുതെ ഒന്ന് തട്ടിയാൽ തന്നെ, ഒന്ന് കയ്യിലൊന്ന് തട്ടിയാൽ തന്നെ പൊന്തി വരുന്ന ആൾക്കാർ, നമ്മൾ ABCD എന്നൊക്കെ എഴുതിയാൽ അങ്ങനെ തന്നെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് നമ്മൾ ഈ പറയുന്ന ഈവൻ ദറ്റ് സ്മോൾ നീഡിൽ പ്രിക്ക്, നീഡിലല്ല ശരിക്കും അത് ലാൻസെറ്റാണ്, നീഡിൽ പ്രിക്ക് പോലും എക്സാജറേറ്റഡ് റെസ്പോൺസസ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ ഇപ്പോൾ റീകറൻ്റ് ആയിട്ട് സ്കിൻ, ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ എക്സീമ, അങ്ങനെ സ്കിന്ന് ഹെൽത്തി അല്ലാത്ത ആൾക്കാരിലും നമുക്കിത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവും. അൺലെസ് അത് ഹെൽത്തി ആവാതെ നമുക്ക് അതിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ വി വുഡ് പ്രിഫർ ദിസ് ഈ സ്പെസിഫിക് IgE ബ്ലഡ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യിക്കുക. അപ്പോൾ അതും ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ കോസ്റ്റ് ഉണ്ട് അതിന്. പക്ഷേ അതും ഇതും നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യുക. ഏതാണോ ഫീസിബിൾ അത് നോക്കിയിട്ടാണ് നമ്മൾ പിന്നെ ഇമ്മ്യൂണോതെറാപ്പിക്ക് വേണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യുക. കുട്ടികളിലെ സാധാരണ കണ്ടുവരുന്ന അലർജീസ് എന്തൊക്കെയാണ്? കുട്ടികൾക്ക് പൊതുവേ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് അത് ജനറ്റിക് ആണ്. ബൈ ബർത്ത് അതിനുള്ള ടെൻഡൻസി ഉണ്ടാവും. അത് എറ്റോപിക് മാർച്ച് എന്ന് പറയും. നമുക്കിങ്ങനെ ഒരു 3 months ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും സിവിയർ എറ്റോപിക് ഡെർമറ്റൈറ്റിസ്. ഈ ചീക്സിൽ അങ്ങനത്തെ ഭാഗങ്ങളിലായിട്ട് സ്റ്റാർട്ട് ചെയ്യും. എഴഞ്ഞ് നടക്കുന്ന പ്രായമാകുമ്പം ഈ എക്സ്റ്റൻസർ ഈ കൈയിൻ്റെ പുറത്ത് മുട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ട് വരും. കുറച്ചും കൂടി ഏജ് ആകുമ്പം അത് ഫ്ലെക്ഷറൽ മടക്കുകളിലേക്ക് മാറും. കഴുത്തിൻ്റെ മടക്കിൽ, കൈയിൻ്റെ മടക്കിൽ, കാലിൻ്റെ മടക്കിൽ. അങ്ങനെ ആ ഒരു ടൈപ്പ് അലർജീസാണ്. അത് അഡൾട്ട്ഹുഡ് വരെ ഉണ്ടാവും. ഒരു 10-12 years ആകുമ്പോൾ സിവിയറിറ്റി കുറയും. പക്ഷേ അത് ക്യാൻ പെർസിസ്റ്റ് ഇൻ ടു അഡൾട്ട്ഹുഡ്. അതാണ് മോസ്റ്റ് കോമൺലി നമ്മൾ കുട്ടികളിൽ കാണുന്ന അലർജീസ്. പിന്നെ ഈ സ്പെസിഫിക് സാധനങ്ങളോടുള്ള അലർജി അതെല്ലാം വരാം. ഇപ്പോൾ ഡസ്റ്റ് മൈറ്റ് അലർജീസ് വരാം. ഈ ഡ്രസ്സിലുള്ള ഫംഗസിനോടുള്ള അലർജീസ് അത് ഇടുമ്പം കോൺടാക്ട് വരുന്ന സ്ഥലത്ത് വരാം. ടോയ്ലറ്റ് സീറ്റ് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടൊരു പെർട്ടിക്കുലർ സാധനമുണ്ട്. പോസ്റ്റീരിയർ തൈ ഡെർമറ്റൈറ്റിസ്, തൊടയുടെ ബാക്കിൽ മാത്രമായിട്ട് അലർജീസ് വരും. അതൊക്കെയാണ് യൂഷ്വലി കുട്ടികളിൽ. പിന്നെ ചെരുപ്പിൻ്റെ അലർജി.
ഇത് ചെരുപ്പിന് നമ്മളിപ്പോൾ allergy. അറ്റോപിക് മാർച്ച് എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, അത് ആദ്യം ഈ പറഞ്ഞ സ്കിന്നിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ചിലർക്ക് ആ സമയത്ത് ഫുഡിൻ്റെ അലർജി, അതായത് ഈ കൗസ് മിൽക്കൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പലർക്കും അത് നമ്മൾ പാല് അല്ലാതെ പിന്നെ മുലപ്പാൽ അല്ലാതെയുള്ള പാലോ ഫുഡോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ചിലർക്ക് അങ്ങനെ അലർജി അത് വരാം. അത് പതുക്കെ ഈ പറയുന്ന സാധനങ്ങൾ, ഈ ഫുഡിൻ്റെ അലർജീസ് എല്ലാം യൂഷ്വലി ഒരു 2 years ആകുമ്പം ഔട്ട്ഗ്രോ ചെയ്യും, അതായത് മാറിപ്പോകാം, സ്വയവേ തന്നെ മാറിപ്പോകാം. ചിലർക്ക് അത് അഡൽട്ട്ഹുഡ് വരെ പെർസിസ്റ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് തുമ്മലായിട്ട് തുടങ്ങുക. പലർക്കും അങ്ങനെയാണ് ഹിസ്റ്ററി തരിക. കുട്ടികളിൽ ചെറിയതായിട്ട് തുമ്മൽ, രാവിലെ എഴുന്നേറ്റാൽ തുമ്മും, കുറേ തുമ്മും, സ്കൂളിൽ പോകാനാകുമ്പോഴത്തേക്കും റെഡിയാവും, പോവും. അങ്ങനെ സ്കൂളിൽ ചെന്നാലും ഡസ്റ്റ് തട്ടിയാൽ വരും. സ്കൂളിൽ ഈ പറഞ്ഞ പോലെ ചോക്ക് പൊടി ഒരു പ്രശ്നമാണ്. ചോക്കിൻ്റെ ഡസ്റ്റ് കാരണം കുട്ടികൾക്ക് ഒത്തിരി പേർക്ക് തുമ്മലും അലർജിയും. ടീച്ചേഴ്സിനും ടീച്ചറും ടീച്ചേഴ്സ് അവർക്കും ഉണ്ട്. അപ്പോൾ ഇത് അത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇപ്പോൾ പലരും പറയും ഓക്കെ അലർജീൻ്റെ ഗുളിക കഴിച്ചു, അലർജി മാറിയപ്പോൾ ആസ്മ എത്തി എന്ന് പറയും. പക്ഷെ അത് അതിൻ്റെ ഒരു നോർമൽ കോഴ്സിൽ പോകുന്ന പോക്കാണ്. സ്കിൻ അലർജീസ് മരുന്നെടുത്ത് മാറ്റിയപ്പോഴാണ് ആസ്മയായിട്ട് ആസ്മയായിട്ട് മാറി. അതൊരു കോമൺ ആയിട്ട് പറയുന്ന സാധനം. അല്ലെങ്കിൽ ആസ്മ മരുന്നെടുത്ത് മാറ്റിയപ്പോൾ സ്കിൻ അലർജി. പക്ഷെ അതൊരു കോമൺ ത്രെഡാണ്. ലൈക്ക് ആ രണ്ടിൻ്റെയും ടെൻഡൻസി ശരീരത്തിൽ ഉണ്ട്. ഒന്ന് മാറുന്നത് കൊണ്ട് ഒന്നും വരുന്നതല്ല. രണ്ടും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, രണ്ടും ഒരുമിച്ച് വരുന്ന ആൾക്കാർ. നമ്മളിപ്പോൾ അലർജിയെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ അലർജിയുടെ ടെസ്റ്റിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. എനിക്ക് അലർജിയുടെ ചികിത്സ, ഇഞ്ചക്ഷൻ ആയാലും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ആ ചികിത്സയുടെ സ്പെക്ട്രം ഒന്ന് വ്യക്തമാക്കാം, ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം ഇപ്പം ചുമ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം അലർജിക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അലർജി ഉണ്ടാക്കുന്ന സാധനത്തിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ട്രീറ്റ്മെൻറ്റ് ആസ് എ ട്രീറ്റ്മെൻറ്റ് പാർട്ട് ഫസ്റ്റ് തിങ് ഇസ് ഡസ്റ്റ് അവോയ്ഡൻസ്. അത് ഏതാണോ ഡസ്റ്റ് ഓർ വാട്ട് ട്രിഗർ അവോയ്ഡൻസ്, അത് ഡസ്റ്റ് തന്നെ ആവണമെന്നില്ല. ഈ പറഞ്ഞ പെറ്റ്സ് ആവാം, മറ്റേതാവാം, എന്തെങ്കിലും ഇറിറ്റൻ സാധനങ്ങളാവാം, ജോലി സംബന്ധമായിട്ടുള്ളതാവാം, പൊല്യൂഷൻ ആവാം, വീട്ടിലെ അടുപ്പിൻ്റെ പുകയാവാം, സ്മോക്കാവാം, പലതും ആവാം. അപ്പോൾ ഇത് ഏതാണെങ്കിലും അതിനെ ഒഴിവാക്കാനുള്ള നടപടികൾ ആദ്യം നോക്കുക. നമ്മൾ അതിന് പറഞ്ഞല്ലോ, നമ്മൾ ഡസ്റ്റ് മൈറ്റ് ആണ് ഇതിൽ കോമണസ്റ്റ് ആയിട്ട് കാണുന്നത്. അതിനകത്ത് വരുന്നത് നമ്പർ 1 ഈ പറഞ്ഞ നമ്മൾ ഈ വാക്യൂം ചെയ്യുക, ഒരു വെറ്റ് മോപ്പിംഗ് എന്ന് നമ്മൾ പറയും. റൂം ഫുള്ള് നനഞ്ഞ തുണിയിട്ട് ഫുൾ തുടച്ചെടുക്കുക. ഫാനിലും എ സിൻ്റെ വെൻറ്റിലും അതിലൊക്കെ ഉള്ളതെല്ലാം നമ്മൾ ഒരു ഫുൾ നനച്ച് തുടയ്ക്കാനാണ് പറയുന്നത്. നമുക്കൊരു ചൂലിട്ട് നമ്മൾ ഇവിടെ നിന്ന് തൂക്കുമ്പോൾ അവിടെ എത്തും, അവിടെ നിന്ന് തൂത്ത് ഇപ്പുറത്തെത്തുമ്പോഴത്തേക്കും പൊടി ഇവിടെ എത്തും, അങ്ങനെയല്ലേ പാറിപ്പോളൂ. നനഞ്ഞ തുണിയിൽ ആ ഡസ്റ്റ് എങ്ങ് പോരും. അത് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത് വെറ്റ് മോപ്പിംഗ് ആണ്. നനഞ്ഞ തുണിയിട്ട് ഫുൾ റൂമും ഡസ്റ്റിനെയും തുടച്ചെടുക്കുക എന്നുള്ളത് അത്. പിന്നീട് നമ്മൾ ഈ പറയുന്ന മറ്റേ കൊതുകുതിരി അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒഴിവാക്കുന്നതാണ് ഒരു മേജർ പ്രിവെൻറ്റീവ് ഇത്. അതിനുശേഷം നമ്മൾ എന്താണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇപ്പം അലർജിക് റൈനൈറ്റിസ് ആണെങ്കിൽ റൈനൈറ്റിസും കൺജങ്ക്റ്റിവൈറ്റിസും, അതായത് കണ്ണ് ചൊറിച്ചിലും ഇതുപോലെ ഭയങ്കര പ്രശ്നമുള്ള കുട്ടികളൊക്കെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ തിരുമ്മി ഒരു പ്രശ്നമാക്കുന്നൊരിത്. അപ്പോൾ അതിനും നമ്മൾ ചിലപ്പോൾ പിന്നെ ഈ ടാബ്ലറ്റ്സ് എടുക്കേണ്ടി വരാം. പിന്നെ നമ്മുടെ നേസൽ സ്പ്രേ പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. കുട്ടികളൊക്കെ ഈ മൂക്കടഞ്ഞിട്ട് കൂർക്കം വലി പോലെയുള്ള പ്രശ്നങ്ങൾ, അത് ഒരു അഡിനോയിഡ് എന്ന് പറയുന്ന സുഖത്തിൻ്റെയും ഭാഗമാവാം. പിന്നെയുള്ളത് ആസ്മയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഹേലേഴ്സും ഒക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പാർട്ട്. പിന്നെ ഇതിലൊന്നും കൺട്രോൾ ആവാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. അതിനെ നമ്മൾ ഒരു ഡിഫിക്കൾട്ട് ആസ്മ അല്ലെങ്കിൽ ഡിഫിക്കൾട്ട് ടു ട്രീറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ എടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഹയർ ഓപ്ഷൻസ് നമ്മൾ ചിന്തിക്കണം. അതിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. പിന്നെ ഈ IgE എന്ന് പറയുന്ന ഒരു ബ്ലഡ് ടെസ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ IgE കൂടുതലുള്ള ആൾക്കാരിൽ, അതുപോലെ ഈസ്നോഫിൽസും കൂടുതലായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അങ്ങനെയുള്ള ആസ്മ, അതായത് അലർജിക് ആസ്മ അൺകൺട്രോൾഡ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് നമ്മൾ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുന്ന ചില ഒമാലിസുമാബ്, പിന്നെ ബെൻഡ്രാലിസുമാബ്, അങ്ങനെ മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, അത് കോസ്റ്റ്ലിയാണ്. പക്ഷെ നമ്മളത് കുറച്ച് നാൾ കണ്ടിന്യൂസ് കൊടുക്കേണ്ടിയും വരും. നല്ല ചിലർക്കത് വളരെയധികം എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. ചിലതിൻ്റെ ബേസിക് ഉദ്ദേശം ഈ IgE ലെവൽസിനെ കുറച്ച് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അത് കാരണം അങ്ങനെ അലർജീനെ കൺട്രോൾ ചെയ്യുന്നത്. ഈ പറഞ്ഞ ഇതെല്ലാം ആക്ച്വലി സ്കിന്നിനും ബാധകം. ഈ വെറ്റ് മോപ്പിങ്ങും സാധനങ്ങളൊക്കെ ഈവൻ എക്സീമാസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സാധനങ്ങളാണ്. ഇൻ എഡിഷൻ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അപ്പം ഈ ബെഡ്ഷീറ്റ്സ് വെരി ഫ്രീക്വൻ്റ്ലി മാറ്റുക, കേർട്ടൻസ് വെരി ഫ്രീക്വൻ്റ്ലി ക്ലീൻ ചെയ്യുക. ഇതിൽ ഓവർ എന്തൂസിയാസ്റ്റിക് ആയിട്ട് നമ്മൾ ബെഡ്ഷീറ്റ്സും പില്ലോ കവേഴ്സൊക്കെ ക്ലീൻ ചെയ്ത് എന്നും വാഷ് ചെയ്യും, നല്ലോണം സോപ്പിട്ട് വാഷ് ചെയ്യും. ചിലപ്പോൾ ഈവൻ ഈ ആൻറ്റിസെപ്റ്റിക്സ്, ക്ലോറോസൈലനോളൊക്കെ പോലത്തെ ആൻറ്റിസെപ്റ്റിക്സ് ഇട്ടിട്ട് വാഷ് ചെയ്യും. അതിനോടും അലർജീസ് വരാം. അപ്പോൾ ഓവർ എന്തൂസിയാസ്റ്റിക് ക്ലീനിങ് ഓൾസോ, എക്സസീവ് സോപ്പ്, എക്സസീവ് ആൻറ്റിസെപ്റ്റിക്സ് ക്യാൻ ഓൾസോ കോസ് സ്കിൻ അലർജീസ്.
അതും നമ്മൾ എല്ലാം ഒരു പാകത്തിന് മതി. ക്ലീൻ ചെയ്യണം, ബട്ട് എല്ലാം ഒരു പാകത്തിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. രണ്ട്, ഇപ്പോൾ ആസ്മയ്ക്കും ഇതിനൊക്കെ നമുക്ക് ഇൻഹേലേഴ്സ് ആണ് ആ ഏരിയയിലേക്ക് സ്പെസിഫിക് ആയിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇൻഹേൽ. അതേമാതിരി സ്കിന്നിൽ rather than നമ്മൾ ടാബ്ലറ്റ്സും ഉള്ളു കഴിക്കുന്ന മെഡിസിൻ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സാധനങ്ങൾ, ബാരിയർ പ്രൊട്ടക്റ്റൻസ്, സ്കിൻ ബാരിയർ റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് പോലത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുക. ഹാർഷ് ആയിട്ടുള്ള സോപ്സ് സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഈ സോപ്സൊക്കെ കൂടുതൽ ഹാർഷ് ആവും തോറും നമ്മുടെ ബാരിയർ പിന്നെയും മോശമായി വരിക ചെയ്യുക. പ്ലസ് ഓയിൻമെൻറ്റ്സ്, പലപ്പോഴും സ്റ്റിറോയിഡ് ഓയിൻമെൻറ്റ്സ് ആവും, മിസ്യൂസ് ചെയ്ത പ്രശ്നമാണ്. ബട്ട് വെൻ യൂസ്ഡ് കറക്റ്റ്ലി ടോപ്പിക്കൽ സ്റ്റിറോയിഡ്സ് ആൻഡ് അങ്ങനത്തെ ടോപ്പിക്കൽ മെഡിക്കേഷൻസ് ആർ മോർ എഫക്റ്റീവ് ദാൻ ടാബ്ലറ്റ്സ്. മനസ്സിലായി. ഇനി മാഡം പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, അതായത് ഇപ്പം ഈ IG പോലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിട്ട് IG ഭയങ്കര ക്രമാതീതമായിട്ട് കൂടി നിൽക്കുന്ന സമയത്താണ് ഈ ഒമാലിസിമാബ് പോലുള്ള ഇഞ്ചക്ഷൻ മാഡം പറഞ്ഞത്. എഗെയിൻ പറഞ്ഞു അത് എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ് ആണെന്നുള്ളത്. ഒരു ആ സിംറ്റംസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റേജ് മാത്രമാണ്. ഒരു പെർമനൻറ്റ് ക്യൂർ എന്നുള്ള ലെവലിൽ മാഡം നേരത്തെ സംസാരിച്ച പോലെ ഈ ഇമ്മ്യൂണോതെറാപ്പിയുടെ റോൾ എന്താണ്?